റയൽ മാഡ്രിഡിൻ്റെ തിരിച്ചുവരവുകളുടെയും പ്രതികാരങ്ങളുടെയും കഥ പറയുവാൻ ആരംഭിച്ചാൽ അതൊരിക്കലും അനായാസം സാധിക്കുന്ന ഒന്നല്ല. എന്നാൽ മാഞ്ചസ്റ്റർ സിറ്റി എന്ന ടീമിനോടും ആരാധകരോടും അത് പറഞ്ഞു വയ്ക്കേണ്ട കാര്യമില്ല. കൺമുന്നിലൂടെ വിജയം തട്ടിത്തെറിച്ച് പോകുന്നത് കണ്ട് ഉരുകി വിറച്ച് നിൽക്കേണ്ടി വന്ന ഒരു സമയമുണ്ടായിരുന്നു അവർക്ക്. മാഡ്രിഡ് എന്താണെന്നും ആരാണെന്നും ഉള്ളുപൊള്ളി തിരിച്ചറിഞ്ഞ ദിവസം. അത് ഒരു ഗാലറിയെ മാത്രമായിരുന്നില്ല നിശബ്ദമാക്കിയത്, ലോകത്തിലെ ഏറ്റവും വലിയ പരിശീലകൻ്റെ തന്ത്രങ്ങളെ കൂടെയായിരുന്നു. ഇനി കഴിഞ്ഞതെല്ലാം നമുക്ക് മറക്കാം, അതെല്ലാം പഴങ്കഥകളാണല്ലോ. അങ്ങനെ കരുതാം. കരുക്കൾ നീക്കി വെച്ചാൽ പുതിയ കളി, പുതിയ രാജാവ്. അങ്ങനെയാണല്ലോ രീതി. അങ്ങനെ ആ ദിവസം വന്നെത്തുകയായിരുന്നു. അതും ഇംഗ്ലീഷ് മാൻസിൻ്റെ ഇത്തിഹാദ് നഗരത്തിൽ. സർവ്വതും കയ്യിൽ നിന്ന് ചോർന്നു പോകുമ്പോഴും ഈ മണ്ണിൽ സിറ്റി ആരാധകർക്ക് ഒരു വിശ്വാസമുണ്ടായിരുന്നു, ഇവിടെ മാൻഡ്രിഡുകാരെ ഞങ്ങൾ പരാജയപ്പെടുത്തുമെന്ന്. അതുകൊണ്ട് തന്നെ ഇത്തിഹാദ് സ്റ്റേഡിയം മാൻഡ്രിഡുകളെ സ്വീകരിച്ച രീതി എന്തായിരുന്നുവെന്ന് നമ്മൾ കണ്ടതാണ്. ഇന്നും പലരും അംഗീകരിക്കാത്ത ഒരു ചിത്രം ഉയർത്തിപ്പിടിച്ച് അതിലെഴുതി വെച്ചതും എന്താണെന്ന് നമ്മൾ ദർശിച്ചതാണ്. റയലിനെ ഇത്തിഹാദ് നഗരം സ്വാഗതം ചെയ്യുന്നത് ആ ബാനറിൻ്റെ അകമ്പടിയോടുകൂടിയായിരുന്നു. ഇത്തിഹാദിൽ കഥ ആരംഭിക്കും മുന്നേ വിനിയെ ക്യാമറകൾ പരതുന്നുണ്ട്. അതിൻ്റെ കാരണവും ഏറെ വ്യക്തമായിരുന്നു. അയാളുടെ മുഖത്ത് ആ ബാനർ കണ്ട ആകാംക്ഷ മാറി മറിയുന്നത് ഓരോ ക്യാമറ കണ്ണുകളും ഒപ്പിയെടുക്കുന്നുമുണ്ട്. ഒരു ചെറുപുഞ്ചിരിയോടെയായിരുന്നു വിനി അതിനെ നോക്കി കണ്ടത്. ശേഷം ഇരു പരിശീലകരും തങ്ങളുടെ ടീമിൻ്റെ കളിയെ നിരീക്ഷിക്കുവാൻ ആരംഭിച്ചു. 19-ാം മിനിറ്റിൽ എർലി ഹാലൻഡിലൂടെ ആദ്യ ഗോൾ വരുന്നു. 60-ാം മിനിറ്റിൽ എംബു മറുപടി നൽകുന്നു. 80-ാം മിനിറ്റിൽ ഹാലൻഡ് ലീഡ് ഉയർത്തുന്നു. മത്സരം അവസാനിക്കുവാനായി ഇനി വെറും 10 മിനിറ്റുകൾ മാത്രം അവശേഷിക്കുന്നുള്ളൂ. ഇഞ്ചുറി ടൈം ലഭിക്കുമെന്ന് ഉറപ്പുമുണ്ട്. ഇരുവശത്തും പലരും കുറവുണ്ട് എന്നറിയാം. പെപ്പ് പറയും പോലെ ഞങ്ങൾ രണ്ട് ടീമുകൾക്കും ഒരുപാട് നഷ്ടങ്ങൾ സംഭവിച്ചിരിക്കുന്നു. എന്നാൽ റയൽ അത് മാനേജ് ചെയ്യുന്നുണ്ട്. കാര്യങ്ങൾ അങ്ങനെയൊക്കെയാണെങ്കിൽ പോലും റയലിൻ്റെ മോശം പെർഫോമൻസുകൾ ഏറെക്കുറെ കഴിഞ്ഞ മത്സരങ്ങളിൽ ചർച്ചയാകുന്നുണ്ട്. എന്നാൽ ഇത് റയലായിരുന്നു. ഈ മത്സരത്തിൻ്റെ സമയസൂചിക അവസാനിക്കും വരെ അവരെ വിധിക്ക് വിട്ടുകൊടുക്കുവാൻ സാധിക്കുകയില്ല. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം ഒരു വട്ടം സിറ്റി പോലും അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട്. അന്നു മുതൽ ഇന്നുവരെ അതിനൊരു ദുസ്വപ്നം പോലെ നിൽക്കുന്നുമുണ്ട്. എന്നിട്ടും ചില ജയങ്ങൾ അവരെ അഹങ്കാരികളാക്കി. പക്ഷേ അതെല്ലാം വെറും വ്യാമോഹമായിരുന്നുവെന്ന് പിന്നീടുള്ള മിനിറ്റുകൾ സാക്ഷിയായി. അതുവരെ ഇത്തിഹാദ് നഗരത്തിൻ്റെ അന്തരീക്ഷത്തിൽ വ്യാപിച്ചു കഴിഞ്ഞിരുന്ന വിശ്വാസത്തിൻ്റെ ആത്മാവിന് മുകളിൽ 86-ാം മിനിറ്റിൽ ഡിയാസ് നാശം വിതയ്ക്കുന്നുണ്ട്. ഇഞ്ചുറി ടൈമിൽ ബെല്ലി അതിൻ്റെ അടിവേരവശേഷിക്കാത്ത തരത്തിൽ അറുത്ത് കളയുന്നുണ്ട്. ആ നശിച്ച മിനിറ്റുകൾക്കുള്ളിൽ സിറ്റി ആരാധകരുടെ ഹൃദയം നുറുങ്ങുന്നുണ്ടായിരുന്നു. ഗാഡിയോളുടെ തന്ത്രങ്ങൾ തകർന്നു കഴിഞ്ഞിരുന്നു. ആ ചൂടിൽ റോഡ്രി ബാനറുകൾ ദഹിച്ചു കഴിഞ്ഞിരുന്നു. അത് കരുക്കൾ മാറ്റിവെച്ചപ്പോൾ പുതിയ നിയമം, പുതിയ കളി, പുതിയ രാജാവ് എല്ലാം സംഭവിച്ചു. എന്നാൽ ആ ടീമിൻ്റെ പേര് റയൽ മാഡ്രിഡ് എന്നായിരുന്നു. ഈ ഫുട്ബോൾ ലോകത്തിൽ മികച്ചവരെന്ന് സ്വയം കരുതുന്നവർക്കെല്ലാം ഒരു ദുസ്വപ്നമെങ്കിലും അവർ വിധിച്ചിട്ടുണ്ട്. റിവഞ്ച് കഥകൾക്കും തിരിച്ചുവരവുകൾക്കും വെല്ലുവിളികൾക്കും ഇന്നോളം അവർ ഭയപ്പെട്ടിട്ടില്ല. പുതിയ ജനറേഷനോ പഴയ ജനറേഷനോ ഒന്നുമില്ല. മാഡ്രിഡ് എന്നും റോയൽ തന്നെയാണ്. മഹാഭാരതത്തിൽ ഇടുമ്പൻ എന്ന മഹായോദ്ധാവ് തൻ്റെ അഹങ്കാരം കൊണ്ട് പാണ്ഡവരെ വധിക്കുവാൻ ശ്രമിക്കുന്ന ഒരു രംഗമുണ്ട്. എന്നാൽ അവർക്ക് മുന്നിൽ അഞ്ചിലൊരാൾ വന്ന് പറയുന്നത് ഇങ്ങനെയായിരുന്നു: എന്നെ അവസാനിപ്പിച്ചതിന് ശേഷമേ എൻ്റെ സഹോദരങ്ങളെ തൊടുവാൻ നിനക്ക് സാധിക്കൂവെന്ന്. അതെ, ഭീമസേനൻ തന്നെ. ഇത് കേട്ട ഹിഡംബൻ ഭീമനെ വധിക്കുവാൻ തയ്യാറെടുക്കുന്നുണ്ട്. അതിനയാൾ നേരിട്ടത് ഒരു ചെറുപുഞ്ചിരിയോടെയായിരുന്നു. മത്സരത്തിന് മുമ്പ് വിനിയും ആ ബാനറിനോട് ചെറുപുഞ്ചിരിയോടെയായിരുന്നു പ്രതികരിച്ചത്. ഒടുക്കം ഹിഡുംബൻ്റെ കഴുത്ത് ഭീമൻ്റെ കരങ്ങളിൽപ്പെട്ട് ഞെരിഞ്ഞമർന്ന് തീരുകയും ചെയ്തു. അതുപോലെ തന്നെ സിറ്റിയുടെ മരണത്തിൻ്റെ പിന്നിലും വിനിയുടെ കരങ്ങൾ തന്നെയായിരുന്നു. അതെ, ഇത് ധർമ്മയുദ്ധം വിജയിച്ച പാണ്ഡവരുടെ ഇനമാണ്. അവർക്ക് പരാജയമൊന്നുമില്ല.
തിരിച്ചുവരവുകൾ പലപ്പോഴും ശീലമാക്കിയവരായിരുന്നവർ. വെല്ലുവിളികളെ സദാ നേരിടുവാൻ അവർ ഒരുക്കമായിരുന്നു. മത്സരശേഷം സിറ്റി ആരാധകർക്ക് മുന്നിൽ മാൻഡ്രിസ്റ്റുകൾക്ക് ചോദിക്കുവാൻ ഒന്ന് മാത്രമേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. നിങ്ങൾ ചെകുത്താൻ വേദമോന്നത് കേട്ടിട്ടുണ്ടോ? അവരുടെ വകയിൽ നീറിയൊടുങ്ങുമ്പോൾ നിങ്ങളറിയും ഈ ഫുട്ബോൾ ലോകത്തിലെ ഒരേയൊരു രാജാക്കന്മാർ അവരായിരുന്നു. ഇനി ഇതിന് പ്രതികാരമെന്നോണം സാന്റിയാഗോ ബെർണാബ്യുവിനെ നരകമാക്കി തീർക്കാൻ നിങ്ങൾ കാത്തിരിക്കുന്നുണ്ട് എങ്കിൽ ഓർക്കുക. ബിക്കോസ് ദാറ്റ്സ് ദ റിയൽ ബ്ലഡി ഹെൽ. Real Madrid will play the big game again. The love affair goes on. Improbably, miraculously, impossibly, beyond their dreams, their expectations. And Pep does not know where to look. Blink it back. Drama upon drama. The pure white shirts have shimmered spectacularly once again. And Real Madrid